I remember 19th day ഞാൻ തലകറങ്ങി വീണു. When I tell you that Holy Mass is very powerful, it is very powerful. I feel like you will see a miracle. അത് എൻ്റെ ലൈഫിൽ ട്വൈസ് നടന്നിട്ടുണ്ട്. Modesty is very, very important at this generation. അത്രമാത്രം പരിശ്രമിക്കുന്ന ഈ ഒരു ലോകത്ത് നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ആ ഒരു 5 മിനിറ്റ് പോലും ദൈവത്തിന് കൊടുക്കുന്നില്ല. And she told me, Angel, God is there. ദൈവം എനിക്ക് കാണിച്ചു തന്നു. അതിനു മുന്നേ ഞാൻ ഈശോ എന്ന് പറയുന്നത് അവളുടെ വായിന്ന് കേട്ടിട്ടില്ല. ഓടി ചെല്ലാൻ പറ്റുന്ന ഒരു ഏരിയ ഈശോയുടെ അടുത്തേക്കായിരുന്നു. All that suffering will pay off. But I believed that what if this fasting actually helped me to be disciplined? നിനക്കിത് വേണമെന്ന് വെച്ചൂടെ, ആരെങ്കിലും ഇതൊക്കെ ചെയ്യുമോ ഈ പണി? അപ്പോൾ ഞാൻ ആലോചിച്ചു, what if I do fasting? What if I give up something? I was always feeling something empty. ഞാൻ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ എനിക്കില്ലല്ലോ. Fasting, I think you have heard about it before, right? നമ്മൾ ഫാസ്റ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് 25 നോയമ്പ്, 40 നോമ്പ്, സാധാരണ എല്ലാ കാത്തലിക്സിനും അറിയുന്ന ഫാസ്റ്റിംഗ് രീതി അതൊക്കെയാണ്. പക്ഷേ ഫാസ്റ്റിങ്ങും എന്നെ ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കൊന്ത ചെല്ലുന്നതിന് മുന്നേ ക്യാമ്പ് തുടങ്ങി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ശാരീരികമായും മാനസികമായിട്ടും വളരെയേറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ എൻ്റെ റോസറി ചൊല്ലുന്നുണ്ട്, ഞാൻ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടാതെ കാര്യങ്ങൾ അവർ പറയുന്ന പോലെ അനുസരണയോടുകൂടി ചെയ്യുന്നെങ്കിലും ഐ വാസ് ഓൾവേസ് ഫീലിംഗ് സംതിങ് എംപ്റ്റി. ഞാൻ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ എനിക്കില്ലല്ലോ. എന്നെ ചെയ്യും. വീട്ടിൽ വിളിക്കുമ്പോൾ അപ്പ പറയാണ്, മോന് പറ്റില്ലെങ്കിൽ മോൻ തിരിച്ചു പോരും, മോന് പറ്റിയതല്ലെങ്കിൽ ഇത് വേണ്ട. പക്ഷെ അങ്ങനെ എത്രയും പെട്ടെന്ന് ഇട്ടെറിഞ്ഞ് പോരാൻ വേണ്ടിയിട്ടാണോ ദൈവം ഇവിടേക്ക് കൊണ്ടുവന്നതെന്നുള്ളൊരു ചോദ്യം എൻ്റെ ഉള്ളിൽ എപ്പോഴും നടന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, what if I do fasting? What if I give up something? അങ്ങനെയാണ് ഞാൻ 40 ദിവസം ഇറച്ചിയും മീനും മുട്ടയൊന്നും വേണ്ടെന്ന് വെച്ച്, പച്ചക്കറി എന്ന് പറയാൻ വേണ്ടിയിട്ട് അവിടെ പച്ചക്കറിയൊന്നും നമുക്ക് തരുന്നില്ല. നമ്മുടെ രീതിയിലുള്ള ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക്കേജ് ഫുഡ്സാണ്. സോ അത് ഒരു പാക്കറ്റിൽ നമുക്ക് തരുന്ന ബ്രെഡോ ജാമോ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഭക്ഷണങ്ങളാണ്. അപ്പം അതിൽ നമുക്ക് അടങ്ങിയിരിക്കുന്ന കൂടുതൽ പ്രോട്ടീനും ഈ പച്ചക്കറിയിലല്ലാത്ത കാര്യങ്ങളിലാണ്. ഏത് ഇറച്ചി മീൻ ഇതിലൊക്കെ പ്രോട്ടീനും കാൽഷ്യവും ഇതൊക്കെ നടക്കുന്നത്. ഇത്രമാത്രം ട്രെയിനിങ് നടക്കുന്ന ഒരു സമയത്ത് പോഷകങ്ങളല്ലാത്ത ആഹാരം നമ്മൾ കഴിക്കാത്തൊരിത് വരുമ്പോൾ നമ്മളൊക്കെ ശാരീരികമായ ഒരുപാട് ഭയങ്കര പ്രയാസങ്ങളുണ്ടായിരുന്നു. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കപ്പോഴും തലകറക്കവും ദാഹവും ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ പറഞ്ഞത്, നിനക്കിത് വേണമെന്ന് വെച്ചൂടെ, ആരെങ്കിലും ഇതൊക്കെ ചെയ്യുമോ ഈ പണി? ഇത് വേണ്ടെന്ന് വയ്ക്കും ബാബു, ബാക്കി നമുക്ക് നോക്കാം. യു ഹാവ് ടു ഗോ ത്രൂ ഇറ്റ് ആൻഡ് യു ഹാവ് ടു ഈറ്റ് പ്രോപ്പർലി ഇൻ ഓർഡർ ടു പുഷ് ത്രൂ ഇറ്റ്. ബട്ട് ഐ ബിലീവ്ഡ് ദാറ്റ് what if this fasting actually helped me to be disciplined and also sustain in this training environment? And let me tell you, not one time but twice fasting helped me to ace my boot camps. ഒന്ന് എൻ്റെ ബൂട്ട് ക്യാമ്പ്, ഞാൻ സോൾജർ ആയത്. 2 എൻ്റെ ഓഫീസർ ക്യാമ്പ് പോകുന്നതിന് മുന്നേ എനിക്കൊരു ഇഞ്ചറി ഉണ്ടായിരുന്നു എൻ്റെ മുട്ടിൽ. പലരും പറഞ്ഞത്, ഇറ്റ്സ് ഗുഡ് ദാറ്റ് ഇഫ് യു സ്റ്റോപ്പ് റൈറ്റ് നൗ, യു ഡോണ്ട് ഹാവ് ടു ബി ഓഫീസർ. നീ ഓഫീസർ ആവണമെന്നില്ലല്ലോ, നീ സോൾജർ അല്ലേ, നിനക്കൊരു 2 വർഷം കൂടി കോൺട്രാക്ട് ഉണ്ട്, അത് എഴുതി അത് ബാക്കിയെല്ലാം ചെയ്ത് സർജൻ്റായിട്ട് റിട്ടയർ ചെയ്യാം. അപ്പോൾ ഐ വാസ് ലൈക്ക്, നോ, ഐ വോണ്ട് ടു ഡു സംതിങ് ബെറ്റർ. I want to earn respect. I want to do something that I had a calling that I felt like എനിക്ക് ലീഡ് ചെയ്യണം, എനിക്ക് ലീഡർ ആവണം. പക്ഷേ എനിക്ക് ചിലപ്പോൾ ക്വാളിറ്റീസ് ഉണ്ടായെന്ന് വരില്ല. ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിലും ആ ഒരു കോൺഫിഡൻസ് വളരെ കുറവായിരുന്നു. I vouched for it and I went for officer camp. Officer camp വളരെ 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 ഹാർഡായിരുന്നു. അപ്പോഴും ഞാനൊരു 21 days ഡാനിയൽ ഫാസ്റ്റിംഗ് എടുത്ത് ഉപവസിച്ച്, I remember 19th day ഞാൻ തലകറങ്ങി വീണു. I was put in a tent. ഞങ്ങൾക്കൊരു ടെൻറ്റിൽ AC വെന്റിലേഷൻ എല്ലാം വെച്ച് എന്നെ അവിടെ കുറച്ച് നേരം അവർ വെച്ചു. കാരണം എനിക്ക് എണീക്കാൻ പോലും I got heat cat എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും ചൂടേറിയ ഒരു ഇതിൽ we were dragging, we had a medical training. സോ അതിനകത്ത് നമ്മൾ ഈ ബൊമ്മ പോലത്തെ സംഭവം നമ്മൾ ക്യാരി ചെയ്യും. സോ with not having proper diet, with not even just drinking water, it's not going to help you to have that kind of strength and capacity to do stuff. ഞാൻ ശരിക്കും വീണുപോയി. അപ്പോൾ എൻ്റെ കൂട്ടുകാരി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഏഞ്ചൽ, ഇത് സീരിയസ് ആണ്, നീ 2 ദിവസം ഉണ്ടെന്ന് പറഞ്ഞാലൊന്നും കാര്യമില്ല, നീ വിട്ടേക്ക്, അല്ലെങ്കിൽ നീ ഇത് കംപ്ലീറ്റ് ചെയ്യില്ല, നമുക്കിനി ഒരാഴ്ച കൂടി ഉണ്ട് ഓഫീസർ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ. ബട്ട് ഐ വാസ് ലൈക്ക്, നോ,
just 2 days, maybe what if I complete it actually? എനിക്കിപ്പോഴും മുട്ടിന് വേദനയുണ്ട്. I am like lying to them, I'm fine, but what if I actually complete it? ആ വിശ്വാസമാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ലൈക്ക് കാത്തലിക് ആയിരുന്ന ആ കുട്ടി വരെ ഞെട്ടിപ്പോയിരുന്നു ഞാൻ ഇത്രയേറെ വിശ്വസിച്ച് ഞാനത് പൂർത്തീകരിച്ചപ്പം. ഐ റിമെമ്പർ ദ ഗായ്സ്, ദ men around me, they were very surprised. കാരണം അവർ വിചാരിച്ചില്ല ഞാനിത് കംപ്ലീറ്റ് ചെയ്യുമെന്ന്. വിത്ത് എ knee that's not even healthy. അതാണ് എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്ത ഫാസ്റ്റിംഗ് വിത്ത് not only just doing my rosary, that was one of the biggest strength, but also giving up something that I like. Fasting is not just like you have to do when എന്താ പറയുക ഈസ്റ്റർ സമയത്തോ എല്ലാവരും ചെയ്യുന്നു, ക്രിസ്മസ് സമയത്ത് എല്ലാവരും ചെയ്യുന്നു. നമുക്കിപ്പോൾ ഒരു ഭയങ്കര ഒരു കാര്യം നേടിയെടുക്കണം, പക്ഷെ നമ്മുടെ ചുറ്റിലുള്ള ആർക്കും ആ ഒരു ഫെയ്ത്ത് ഇല്ല. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമ്മൾ കൊടുക്കുമ്പം ഈശോ നമ്മൾക്ക് മരിച്ചത്, അതായത് പുള്ളിക്കാരന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമായിരിക്കുമല്ലോ പുള്ളിക്കാരൻ്റെ ജീവൻ. ആ ജീവൻ വെടിഞ്ഞാണ് ഈശോ നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുന്നത്. അതുപോലെ തുല്യമാണ് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണമോ പാനീയോ എന്തെങ്കിലും വളരെ ഇഷ്ടപ്പെട്ടൊരു craving or activity. When you give it up certain days and you pray about it, I feel like you will see a miracle. അത് എൻ്റെ ലൈഫിൽ ട്വൈസ് നടന്നിട്ടുണ്ട്. മാത്രമല്ല എല്ലാ ഞായറാഴ്ചയും ഞാൻ പോയിക്കൊണ്ടിരുന്ന കുർബാന. When I tell you that Holy Mass is very powerful, it is very powerful. ഞങ്ങൾക്ക് ഓപ്ഷണൽ ആയിരുന്നു ഞങ്ങളുടെ ക്യാമ്പ് കാലയളവിലൊക്കെ കുർബാന. ഒന്നെങ്കിൽ നമുക്ക് കടന്നുറങ്ങാം, കാരണം ഞങ്ങൾ എല്ലാ ദിവസവും എണീക്കുന്നത് 3:30 മണിക്കും 4 മണിക്കും ഒക്കെയാണ്. അപ്പോൾ ആ ഒരു ദിവസം മാത്രമേ നമുക്ക് 8 മണി വരെ കടന്നുറങ്ങാം, അല്ലെങ്കിൽ 8:30 കുർബാനയ്ക്ക് പോവാം. I didn't know where to go. I didn't had friends, I didn't fit in with them. അപ്പോൾ എനിക്ക് ആകെ അറിയാവുന്നത് ഓടി ചെല്ലാൻ പറ്റുന്നൊരു ഏരിയ ഈശോയുടെ അടുത്തേക്കായിരുന്നു. ഒബ്വിയസ്ലി കുറേ പേർക്ക് കാത്തലിക് മാസ് കുറേ സോൾജേഴ്സിന് ഇഷ്ടമല്ല, കാരണം നമ്മുടെ കാത്തലിക് ചാപ്ലിൻസ് അവിടെ പറയുന്ന കാര്യങ്ങൾ കുറേ ട്രെയിനിങ് സംബന്ധമായതാണ്. അവർ നോക്കുമ്പം അവർ ഓൾറെഡി ക്യാമ്പിൽ കടന്ന് ട്രെയിനിങ്ങിലാലേ കഷ്ടപ്പെടാണ്. അപ്പോൾ പിന്നെ അതൊരു ഓർമ്മപ്പെടുത്തൽ അവർക്കത് ഇഷ്ടമല്ല. അങ്ങനെ കുറേ എൻ്റെ കാത്തലിക് ബഡീസ് പറഞ്ഞിട്ടുണ്ട്, ഐ ഡോണ്ട് വാണ്ട് ഗോ ടു കാത്തലിക് സർവീസ്, ഐ ഗോ ടു പ്രൊട്ടസ്റ്റന്റ്. അവിടെ ആകുമ്പോൾ ഭക്ഷണം, അത് കഴിഞ്ഞ് അവർക്ക് പിസ്സ കിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് തരും. നമ്മുടെ അച്ഛന്മാരങ്ങനെ നമ്മുടെ സർവീസിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ദാനം എന്ന് പറഞ്ഞാൽ ഈശോനെയാണല്ലോ. They actually refused to have Jesus, but to have something materialistic. I remember telling them multiple times, but failing. But I myself went to Holy Mass every Sunday. ചില സമയത്തൊന്നും ട്രെയിനിങ് നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഞങ്ങൾ ഓഫീസർ ട്രെയിനിങ് നടക്കുന്ന സമയങ്ങളിലൊന്നും ഞങ്ങൾ പോകുന്ന ഏരിയയിൽ ഞങ്ങൾക്ക് റേഞ്ചില്ല, ഫോണില്ല, അങ്ങനെ സിറ്റുവേഷൻ വരുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം സൺഡേ കുർബാനയ്ക്ക് പോകാത്തപ്പോൾ. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ട്രെയിനിങ് ഹാപ്പൻസ് ഓൺ സൺഡേസ്. ചില ടൈമിലൊക്കെ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു സീ ഇറ്റ് ഇൻ യൂട്യൂബ്. ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് പോലും ഇല്ല ഒരു വിശുദ്ധ കുർബാന കാണാൻ വേണ്ടി. When I put that time, I feel like എത്ര സ്ട്രെസ്ഫുൾ ഉള്ള എൻവയൺമെൻറ്റിൽ എത്ര മോശമായ ട്രെയിനിങ് ആണെങ്കിലും അതിൻ്റെ ഇത്തിരി ഉറങ്ങുമ്പോൾ ഞാൻ നല്ല പീസ്ഫുൾ ആയിട്ടായിരിക്കും ഉറങ്ങുന്നത്. ബിക്കോസ് I received Jesus in my heart. If not physically, but in my heart, I believed I received him. അതിന് ഭയങ്കര വലിയൊരു എഫക്റ്റാണ്. അത് നമ്മൾ മനസ്സിലാക്കാത്ത അത്രയ്ക്കൊരു നമ്മളുടെ ആവശ്യങ്ങൾക്ക് മാത്രമല്ല, നമ്മൾ എത്രമാത്രം ഡൗൺ ആകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഉയർന്നിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ദൈവത്തിന് വേണ്ടി സമയം കൊടുക്കുന്നു. ആ സമയം നമ്മൾ കൊടുക്കുന്നത് കുർബാന കാണുന്നതിലൂടെ കൊടുക്കുകയാണെങ്കിൽ I'm telling you, like, all that suffering will pay off. ആരെങ്കിലും സ്പിരിച്വൽ ഡിസിപ്ലിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? It's very different than physical discipline. In this world, നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് ഫിസിക്കലി എങ്ങനെ ഡിസിപ്ലിൻ ആവാം, എങ്ങനെ 6 പാക്ക് വരാം, അല്ലെങ്കിൽ എങ്ങനെ ഇങ്ങനെ വരാം, ഹൗ ഡു ഐ ലുക്ക് ലൈക്ക് ഹർ, ഹൗ ഡു ഐ ഹാവ് എ size 0 body. പക്ഷേ let me tell you, if you're focusing too much on your body, yes, body is a temple of Holy Spirit. അങ്ങനെ ഒരു ഫോക്കസ് വേണം. പക്ഷേ സ്പിരിച്വാലിറ്റി അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ we'll always fail and we'll always stick to the people in the world. നമ്മൾ ലോകത്തിൽ എങ്ങനെ ലോകത്തിൻ്റെതായി ചിന്തിക്കുന്ന രീതിയിലാവും. സോ ഫിസിക്കൽ ഡിസിപ്ലിൻ അവിടെ ഇരിക്കട്ടെ. സ്പിരിച്വൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സമയം, ദൈവത്തിന് കൊടുക്കുന്ന സമയം, നമ്മൾ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നുണ്ടോ, എല്ലാ ദിവസവും കൊന്ത ചെല്ലുന്നുണ്ടോ, നമ്മൾ പള്ളിയിൽ പോകേണ്ട സമയത്ത് കടപ്പെട്ട ദിവസങ്ങളിൽ പള്ളി പോകുന്നുണ്ടോ, ഉപവസിക്കുന്നുണ്ടോ, പ്രാർത്ഥിക്കുന്നുണ്ടോ, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ, ആരെങ്കിലോട് പ്രാർത്ഥന സഹായം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ we are out to do those things. അതൊക്കെ നമുക്ക് മാൻഡറ്ററി തന്നെ ആയിരിക്കണം. ജസ്റ്റ് ലൈക്ക് ഹൗ യു ഹിറ്റ് ദ ജിം എവറി ഡേ. നമ്മൾ എല്ലാ ദിവസവും ചിലവർക്ക് ഇത്രയും ദിവസമുള്ളിൽ വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ മുടങ്ങാതെ നമ്മൾ ജിമ്മിൽ പോവും, ഇത്രയും ആഹാരങ്ങൾ വേണ്ടെന്ന് വെക്കും. അത്രമാത്രം പരിശ്രമിക്കുന്ന ഈ ഒരു ലോകത്ത് നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ആ ഒരു 5 മിനിറ്റ് പോലും ദൈവത്തിന് കൊടുക്കുന്നില്ല? At that time you have to understand we are failing
every day to be his daughter or son. നമുക്ക് തന്നിരിക്കുന്ന ഒരു ദാനം അല്ലെങ്കിൽ ഗ്രേസ് ദാറ്റ് we are out to be saints for, like നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വിശുദ്ധരായി ജീവിക്കേണ്ടതിന് വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ ഡിസിപ്ലിൻ. അത് രണ്ടും കൂടെ കൊണ്ടുപോയില്ലെങ്കിൽ if you're doing either or two, it's going to be bad. If you're doing one more than two, it's going to be bad. ഇപ്പം ഞാൻ ഒരുപാട് സ്പിരിച്വലി ഞാൻ ഭയങ്കര എന്താ പറയുക, ഞാൻ പള്ളി പോകുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ കുമ്പസാരിക്കുന്നു, ഞാൻ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നു ആ കാര്യത്തിൽ. പക്ഷെ ഫിസിക്കലി ഞാൻ ഭയങ്കര മടിച്ചിയാണ്, ഞാൻ ഉറങ്ങുന്നില്ല, ഞാൻ നെറ്റ്ഫ്ലിക്സ് കണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അമിതമായ ആഹാരം കഴിക്കുന്നു, ഞാൻ എൻ്റെ ബോഡിക്ക് വേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാനൊന്ന് ഓടാൻ പോകുന്നില്ല. I'm failing there as well. I'm putting a image where ആൾക്കാർ എന്നെ നോക്കുമ്പോൾ ഞാൻ സ്പിരിച്വലി എല്ലാം പെർഫെക്റ്റ് ആണ്, ബട്ട് ഫിസിക്കലി ഐ എം റെസ്റ്റ്ലെസ്. ഐ എം ഗോയിങ് ഇൻ ടു എ പ്ലേസ് വേർ എന്താ പറയുക, ഞാൻ ബെറ്റർ ആകുന്നില്ല. അറ്റ് ദാറ്റ് ടൈം യെസ്, നമ്മൾ നമ്മുടെ ബോഡി എന്ന ടെമ്പിൾ, ലൈക്ക് ഹോളി സ്പിരിറ്റിൻ്റെ ആ ഒരു ടെമ്പിളായി നമ്മൾ സൂക്ഷിക്കേണ്ട നമ്മുടെ ശരീരത്തെ നമ്മൾ അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ചെയ്യാതിരിക്കുകയാണ്. ആൻഡ് it also adds when it comes to spiritual discipline to be modest. Modesty is very, very important at this generation. I've seen a lot of females or like males struggling with modesty. Modesty comes with not just dressing, it comes with everything. നമ്മൾ പള്ളിയിൽ എങ്ങനെ വസ്ത്രധാരണം ചെയ്യുന്നു അതനുസരിച്ച് നമ്മൾ പുറത്ത് ചെയ്യുന്നതിലൊക്കെ വെച്ച് ഭയങ്കര വ്യത്യസ്തമാണ്. പ്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കംസ് അണ്ടർ സ്പിരിച്വൽ ഡിസിപ്ലിൻ, റൈറ്റ്? ബിക്കോസ് നമ്മൾ ഇടുന്ന വസ്ത്രം മാത്രമല്ല, നമ്മൾ ഒരാളെ എങ്ങനെ നോക്കുന്നു, നമ്മൾ മറ്റുള്ളവരെ നമ്മളെ വെച്ച് എങ്ങനെ കമ്പയർ ചെയ്യുന്നു. ഐ വിഷ് ഐ വാസ് ഡ്രസ്സിങ് ലൈക്ക് ഹർ, എനിക്ക് അങ്ങനെ ഒരു ബോഡി ഉണ്ടെങ്കിൽ ഡ്രസ്സ് ചെയ്യാം. വി ആർ സോ ഇൻസെക്യൂർ ദീസ് ഡേയ്സ്. ആൻഡ് വൈ ഇസ് ദാറ്റ്? ബിക്കോസ് വി ആർ നോട്ട് സ്പിരിച്വലി ഡിസിപ്ലിൻഡ് ഇൻ അവർ ബോഡി. അതുകൊണ്ടാണ്. And that's the one important thing that I learned in military that I'm so thankful to God. We are physically so disciplined there. We wake up certain time. ഞങ്ങൾ ഒരേ സമയത്ത് ഇന്ന സമയത്ത് കഴിക്കുന്നു, ഇന്ന സമയത്ത് നമ്മൾ ഓടാൻ പോകുന്നു, ഇന്ന സമയത്ത് നമ്മൾ കുളിക്കുന്നു. നമ്മളപ്പം നമ്മുടെ കാര്യങ്ങളെല്ലാം നല്ല ലൈക്ക് ഒരു ടൈം ടേബിൾ പോലെ ചെയ്യുന്നു. when it comes to spiritual discipline, ഞങ്ങൾക്ക് അതവിടെ ഒരു ഓപ്ഷനിലാണ്. ബട്ട് ഐ put myself out there. Okay, സൺഡേ ഞാൻ പള്ളിയിൽ പോകുന്നു, ഞാൻ ഇന്ന സമയത്ത് കുമ്പസാരിക്കുന്നു, ഇന്ന സമയത്ത് കാര്യങ്ങൾ ചെയ്യുന്നു. And I saw so many changes that I'm telling you, like people around me were so amazed seeing me. So I know myself, I'm not physically like so great than my peers. ഞാൻ ഓടുന്ന അത്ര സ്പീഡായിരിക്കില്ല, എൻ്റെ കൂടെയുള്ളവർ എന്നെക്കാൾ സ്പീഡിലായിരിക്കോട്ടെ ഓടുന്നത്. പക്ഷേ when it comes to going to church or other things, when I put myself out there, എല്ലാവരെ പോലെ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നു, എല്ലാവരെ പോലെ ഞാൻ ലിeutenant ആയി. When we started this officer training 2 years ago, ഞങ്ങളുടെ ബാച്ചിലൊരു 10-15 പേരുണ്ടായിരുന്നു. ഇപ്പോൾ വെറുതെ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തവർ വെറും 7 പേര്. എൻ്റെ ബാച്ചിൽ ഗ്രാജുവേറ്റ് ചെയ്തത് 5 പേരായിരുന്നു. What happened to the rest of them? എൻ്റെ കൂടെ കംപ്ലീറ്റ് ചെയ്തവർ physically, when I'm telling you, they're bulk, they're strong, they can climb ropes, not like me. They can do stuff that some people can't even do. Some women can do things where I cannot imagine I could do. എനിക്ക് ഒത്തിരി പ്രാക്ടീസ് വേണം അങ്ങനെയൊക്കെ എത്തിപ്പെടണമെങ്കിൽ. പക്ഷേ they never had God in their life. And it was so sad, like when I used to see those people. But they're my friends, they're my colleagues. I always used to pray for them. And one greatest accomplishment that I can tell you that happened in my life, ഈ കഴിഞ്ഞ ഈസ്റ്ററിൽ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു സോൾജർ, എൻ്റെ വളരെ like we worked together for the past 3 years together. അവൻ്റെ പാരൻസ് കാത്തലിക് ആയിരുന്നു, ബട്ട് ഹി ഹാഡ് ഹിസ് ഓൺ ക്വസ്റ്റ്യൻസ്, ഡൗട്ട്സ്. സോ ഒബ്വിയസ്ലി കാത്തലിക് ആയതുകൊണ്ട് എൻ്റെ ഡ്യൂട്ടി സ്റ്റേഷനിൽ ഞാൻ ജോലി ചെയ്യുമ്പം മറ്റാൾക്കാർ എന്നോടൊന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കും. വൈ ആർ യു ഗൈസ് പ്രേസിങ് മദർ മേരി? എന്തിനാ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നേ? നിങ്ങളുടെ കുരിശിൽ എന്ത് ഈശോ ഇപ്പോഴും മരിച്ചു കിടക്കുന്നത്? ഞങ്ങളുടെ കുരിശ് എപ്പോഴും പ്ലെയിൻ ആണല്ലോ. ലൈക്ക് they just have the symbol, they just don't have Jesus hanging there because they believe that Jesus resurrected. So why do Jesus have to hang in a cross and we should have the cross? അതാണ് അവരുടെ ഒരു ഫെയ്ത്ത്. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ കുരിശിൽ ഈശോ അങ്ങനെ കടക്കുന്നതിൻ്റെ കാര്യം ഞങ്ങൾക്കൊരു റിമെമ്പറൻസാണ്, ദാറ്റ് ഹീ ഡൈഡ് ഫോർ അസ്. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പം ഈ പയ്യൻ എനിക്ക് ഓർമ്മയുണ്ട്, അവനിങ്ങനെ വന്ന് കേൾക്കും, ഇതൊക്കെ മനസ്സിലാക്കും. And when I tell you this last Easter, he baptized into Catholic Church and I was one of the happiest person in the world. And അപ്പോൾ എനിക്ക് മനസ്സിലായി, this is it. This is the reason why God put me in his plan, and his plan was me to be in this position
in the military in here. കാരണം എന്താ, I can witness a lot of people who are coming back to Catholic Church. എന്നിലൂടെ അല്ലെങ്കിലും എൻ്റെ പ്രവൃത്തിയിലൂടെ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുക്കുന്ന ഹാബിറ്റ്സ് അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ എടുക്കുന്ന ഓരോ ശൈലിയിലൂടെയും മറ്റുള്ളവരെ എനിക്ക് എത്രമാത്രം ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ സാധിക്കുന്നു, അങ്ങനെ ഞാൻ ചെയ്യുന്നതിലൂടെ ഒത്തിരി പേര് എനിക്കറിയാവുന്നതൊരു ചേഞ്ച് ആയിട്ടുണ്ട്. Even like one of my friend who divorced, she's just 22 just like me. She divorced, and when I told her divorce led her to Jesus, you won't believe it. അതിനു മുന്നേ ഞാൻ ഈശോ എന്ന് പറയുന്നത് അവളുടെ വായിന്ന് കേട്ടിട്ടില്ല. When I sat and had a chat with her and she told me, Angel, God is there. ദൈവം എനിക്ക് കാണിച്ചു തന്നു. That's why I would not say I'm sad that I didn't had a marriage worked out. പക്ഷേ I see other people that are like doing things for me that I wished God is here. I know God is here. അപ്പോൾ ദൈവത്തെ അവൾക്ക് എങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് കാണാൻ സാധിച്ചു, ദൈവത്തെ അവൾ എങ്ങനെ എന്നിലൂടെ കണ്ടു? It's because the discipline that I occurred was not just physical, it was also spiritual. And that being the habits that I do, that being confessions that I went to, that being holy mass that I attended, that being the dresses that I wore, like am I wearing certain dress sense to attract men or people out there? എനിക്ക് അങ്ങനെ വസ്ത്രം ധരിക്കേണ്ട ആവശ്യമുണ്ടോ? Or do I have to be loyal to my future husband? Purity is not just what you wear, right? നമ്മളിടുന്ന വസ്ത്രം നമ്മൾക്ക് നമ്മൾ തന്നിരിക്കുന്ന നമ്മുടെ ശരീരം എന്ന ആലയത്തിൽ നമ്മൾ സൂക്ഷിക്കുന്നതിൻ്റെ ഒരു പാതകമാണ്. പക്ഷേ purity of eyes also is something really huge that we don't see. We see all these reels, we see all the TikToks, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഈ ഒരു Instagram trend, അതെല്ലാം കാണുമ്പം you see some people that wear certain things, or we get attracted to humans or like attracted to other guys or girls that wear certain clothing, അല്ലെങ്കിൽ അവരെങ്ങനെ ചെയ്യണം, അവരുടെ physique. When you look at them in a certain way, that's impure too. Being in the military, the one thing that I went away was modesty. I can tell you very openly. Our physical training inde ഞങ്ങളുടെ യൂണിഫോം ഒരു ഷോർട്ട്സും ഒരു ടോപ്പാണ്. I remember after finishing the boot camp, ഞാൻ വീട്ടിൽ നിന്ന് ഷോർട്ട്സും ഷോർട്ട്സും ബനിയനും ഇട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പം my dad was like, where are you going like that? നീ എന്തിനാ അങ്ങോട്ട് പോണേ, എന്തിനാ ഇങ്ങനെ പോണേ? അപ്പം ഞാനാണെങ്കിൽ അപ്പ ഇതാണ് ഞങ്ങളുടെ യൂണിഫോം, ഇങ്ങനെയാണ് ഞങ്ങൾ ഓടാൻ പോകേണ്ടത്, ഇതാണ് ഞങ്ങളുടെ ഒരു രീതി. And I remember feeling so much discomfortable like that for the first time, because in our culture we don't really wear certain above the knee length അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. It was a very hard thing to be modest in the military, because even when we go out for lunch with my colleagues in the military, we tend to wear bodycon dresses, അല്ലെങ്കിൽ short dresses. They go to clubbing, they go to bars. I don't really drink or smoke, but I can't leave them alone somewhere like that. So it can it can put a scar on our friendship. So for the sake of the friendship, ഞാൻ കുറേ നാൾ അവർ പോകുന്ന സ്ഥലത്തൊക്കെ ക്ലബിങ്ങിനോ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുമ്പം I can't wear modest dress out there. So I struggled a lot. And then I realized, is that giving me anything happiness? Like, adenike endengilum tharunundo? Is it making me a better person? So I had to cut off certain people. I had to cut off going to places to drink. I have to kore karyangal njan vendannu vechu. Then I had people in my life that telling me they were modest, but they struggle with pornography.